إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم وما تقدموا لأنفسكم من خير تجدوه عند الله هو خيرا وأعظم أجرا واستغفروا الله إن الله غفور رحيم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയോടെയുള്ള ജീവിതത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവം വസിയത്ത് നൽകുകയാണ്. അല്ലാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുന്ന, അത് മുഖേന സ്വർഗീയ സൗഭാഗ്യത്തിന് അർഹരായിത്തീരുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാനു ശരീഫ് വളരെ പെട്ടെന്ന് വന്നു, വളരെ പെട്ടെന്ന് തന്നെ നമ്മിൽ നിന്ന് യാത്രയാവുകയാണ്. ഇന്നലെ എന്ന രൂപത്തിൽ നമ്മിലേക്ക് കടന്നു വന്ന റമദാൻ അതിന്റെ എല്ലാ രൂപത്തിലുള്ള ബഹുമാനത്തോടുകൂടെയും അത് യാത്രയാവുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശുദ്ധമായ ഒരു റമദാനിനെ യാത്രയാക്കുന്ന നാം മനസ്സിലാക്കുക, നമ്മെ യാത്രയാക്കാൻ രാജ്യത്തെ എവിടെയോ സംവിധാനങ്ങൾ അല്ലാഹു നിശ്ചയിച്ചു കഴിഞ്ഞു എന്ന്. നാം മരണപ്പെടുമ്പോൾ നമ്മെ കുളിപ്പിക്കാൻ, കഫൻ ചെയ്യാൻ, ഖബറടക്കാൻ, നമുക്ക് വേണ്ടി ജനാസ നിസ്കരിക്കാൻ, നമ്മുടെ മയ്യത്ത് പൊതിയാനുള്ള ആ തുടി വരെ അതെവിടെയോ തയ്യാർ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അല്ലാഹുവിന്റെ തീരുമാനങ്ങൾ മുൻകടന്നു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുണ്ട്, യുഖല്ലിബുല്ലാഹു ലൈല വന്നഹാർ, രാപ്പകലുകളെ അല്ലാഹു മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവും പകലുമൊക്കെ മാറി മറിഞ്ഞ് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന ഫീ ദാലിക ലഇബറത്തൻ ലിഉലിൽ അബ്സാർ, ദൃഷ്ടിയുള്ള കാണുന്ന കണ്ണുള്ളവർക്കൊക്കെ ഇതിൽ വലിയ പാഠമുണ്ട്, വലിയ ഗുണപാഠം തന്നെയുണ്ട് എന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയത് സമയങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും കടന്നു പോകുമ്പോൾ അതിന്റെ കൂടെ നാമും കടന്നു പോവുകയാണെന്ന് അറിയിക്കുവാൻ വേണ്ടിയാണ്.
ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരേണ്ടുന്ന ഏറ്റവും വലിയ ചിന്ത എല്ലാ അർത്ഥത്തിലും വിശുദ്ധമായ റമദാനിനോട് കൂറ് പുലർത്തിക്കൊണ്ട് ജീവിക്കുവാൻ എനിക്ക് സാധ്യമായോ എന്നതാണ്. വിശുദ്ധമായ റമദാനിൽ അത് അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി ആ മാസത്തെ സമീപിക്കുവാനും ഇടപഴകുവാനും കഴിഞ്ഞകാല ദിവസങ്ങളെ അപേക്ഷിച്ച് ഈ മാസത്തിൽ കൂടുതൽ സൽക്കർമ്മങ്ങളുടെ ലോകത്തേക്ക് ഉയരുവാനും നമുക്ക് മനസ്സ് വന്നോ എന്ന വലിയ ചിന്ത, ആ ചിന്തയാണ് നമ്മെ സത്യത്തിന്റെ മേഖലയിലേക്ക് തിരിഞ്ഞു നടക്കുവാൻ പ്രാപ്തരാക്കുക, പ്രേരിപ്പിക്കുക. ആ ചിന്തയില്ലാത്തവരാണ്, തനിക്കിവിടെ നിന്ന് പിരിഞ്ഞു പോകണം എന്ന ചിന്തയില്ലാത്തവരാണ് കർമ്മങ്ങളെയെല്ലാം പിന്നോട്ട് മാറ്റിവെക്കുക. മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. മൻ അക്തറ മിൻ ദിക്രിൽ മൗതി ഉക്രിമ ബിസലാസതി അശ്യാ. മരണചിന്ത ഒരാളിൽ കൂടുതൽ വർദ്ധിച്ചു വരുന്തോറും 3 കാര്യങ്ങൾ കൊണ്ട് അയാൾ ആദരിക്കപ്പെടും. ഒരാളിൽ എനിക്ക് മരിച്ചു പോകണം, എന്റെ ദിവസം ഏതാണെന്നറിയില്ല എന്ന കൃത്യമായ മരണബോധം, അതവനിൽ 3 അനുഗ്രഹങ്ങൾ കൊണ്ട് അവൻ ആദരിക്കപ്പെടുമെന്നാണ്. ഒന്നാമതായി തഅ്ജീലു തൗബ, അവൻ വളരെ പെട്ടെന്ന് തൗബ ചെയ്യും, വളരെ പെട്ടെന്ന് അവൻ തൗബ ചെയ്ത് മടങ്ങും. വഖനാഅത്തിൽ ഖൂത്ത്, അല്ലാഹു അവന് നൽകിയ സമ്പത്തിൽ അവൻ തൃപ്തനായിരിക്കും. വനശാത്തുൽ ഇബാദ, ആരാധനകളിലൊക്കെ വലിയ ഉന്മേഷവും ഉത്സാഹവും അവൻ കാണിക്കും. മരണചിന്തയുള്ളവനുള്ള 3 അനുഗ്രഹങ്ങളാണ് ഈ എടുത്തു പറഞ്ഞത്. വളരെ പെട്ടെന്ന് അവൻ തൗബ ചെയ്യും, പിന്നോട്ട് ഒരു സെക്കൻഡ് നേരത്തേക്ക് പോലും അവൻ തൗബ നീട്ടിവെക്കൂല. അല്ലാഹു തനിക്ക് അനുഗ്രഹിച്ചതിലൊക്കെ അവന് വലിയ സംതൃപ്തിയായിരിക്കും, നിരാശയില്ല അവന്. ഇബാദത്തുകൾ അതിന്റെ അവസരങ്ങളിൽ തന്നെ വളരെ കൃത്യമായി ഉന്മേഷപൂർവ്വം നിർവഹിക്കുവാൻ അവന് സാധിക്കുന്നു. അതിന്റെ മറുവശവും വിശദീകരിക്കപ്പെട്ടു. വമൻ നസിയൽ മൗത, മരണത്തെ ആരെങ്കിലും മറന്നുകളഞ്ഞാൽ, ഉഖിബ ബിസലാസതി അശ്യാ, 3 കാര്യങ്ങൾ കൊണ്ടവൻ ശിക്ഷിക്കപ്പെടും. മരണം മറക്കുന്ന മനുഷ്യനിലുണ്ടാകുന്ന 3 ദുർഗുണങ്ങൾ. ഒന്നാമതായി തസ്വീഫു തൗബ, തൗബയെ അവൻ നീട്ടിവെക്കും. പിന്നെയാവാം എന്നിങ്ങനെ ഇബാദത്തുകളുടെ കാര്യത്തിൽ അവൻ വീഴ്ച വരുത്തിയതിലും അവന്റെ ജീവിതത്തിൽ വന്നുപോയ അബദ്ധങ്ങൾ ഏറ്റുപറയുന്നതിലുമൊന്നും അവൻ ഉത്സാഹമില്ല. അവനത് നീട്ടി കൊണ്ടുപോവുകയാണ്. വതർക്കുർ റിളാ ബിൽ കഫാഫ്, തന്റെ ജീവിതത്തിൽ തനിക്ക് ലഭ്യമായ അനുഗ്രഹങ്ങളിൽ അവന് തൃപ്തി ഉണ്ടാവുകയില്ല. എപ്പോഴും അവന്റെ മനസ്സ് തന്റെ ജീവിതത്തിന്റെ ഭൗതികമായ സുഖസൗകര്യങ്ങളുടെ കമ്മിയിൽ വേദനിക്കുകയാണ്. എപ്പോഴും അവന്റെ മനസ്സ് നിരാശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം മരിച്ചു പോകണമെന്ന ചിന്തയില്ല. മൂന്നാമതായി വത്തകാസുലു ഫിൽ ഇബാദ, ഇബാദത്തുകളിൽ അവൻ അതീവ മടിയനായിരിക്കും, അലസനായിരിക്കും. ഈ 3 അനുഗ്രഹങ്ങൾ നമുക്കുണ്ടോ? ഈ 3 ദുർഗുണങ്ങളാണോ നമ്മിലുള്ളത് എന്ന് ഓരോരുത്തരും പരിശോധിക്കേണ്ടുന്ന സന്ദർഭമാണ്. എന്നിട്ട് അല്ലാഹുവിലേക്ക് കൂടുതൽ ഖേദിച്ചു മടങ്ങുവാനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരാൾ ചോദിച്ചു, അയ്യുൽ മുഅ്മിനീന അഫ്ദൽ, പ്രവാചകരെ, സത്യവിശ്വാസികളിൽ ഏറ്റവും ശ്രേഷ്ഠരായവരാരാണ്? അവിടുന്ന് പറഞ്ഞു, അഹ്സനുഹും ഖുലുഖ, ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ് ഏറ്റവും നല്ല വിശ്വാസി, നല്ല സ്വഭാവമുള്ളവൻ. തുടർന്നുകൊണ്ട് പറഞ്ഞു, വീണ്ടും ചോദ്യം, ഫഅയ്യുൽ മുഅ്മിനീന അഖിയസ്, വിശ്വാസികളിൽ ഏറ്റവും ബുദ്ധിമാനാരാണ്? തന്റേടിയാരാണ്? വിവേകിയാരാണ്? നല്ല ബുദ്ധിയുള്ളവനാരാണ്? അവിടുന്ന് പറഞ്ഞു, അക്സറുഹും ലിൽ മൗതി ദിക്റാ, മരണത്തെക്കുറിച്ച് എപ്പോഴും പറയുന്നവൻ, മരണത്തെക്കുറിച്ച് തന്നോട് എപ്പോഴും സംസാരിക്കുന്നവൻ, തന്റെ മരണത്തെക്കുറിച്ച് എപ്പോഴും ചിന്തയുള്ളവൻ. വെറുതെ ചിന്തിക്കുകയും പറയുകയും മാത്രമല്ല, മരണത്തെക്കുറിച്ച് പറയുന്തോറും അവന്റെ മനസ്സിൽ ആധിയാണ്, ബേജാറാണ്.
കാരണം ഞാൻ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പലതും ഒരുങ്ങാതെ ഇരിക്കുകയാണല്ലോ. അതിനാൽ വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദാ, ആ മരണത്തിന്റെ ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി അവൻ നന്നായി ഒരുങ്ങുകയും ചെയ്യും. ഉലൈകൽ അഖിയാസ്, ഉലൈകൽ അഖിയാസ്, അവരാണ് ബുദ്ധിമാന്മാരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന് തൃപ്തിപ്പെടുത്തുന്ന പ്രീതിപ്പെടുത്തുന്ന എന്തൊരു കർമ്മങ്ങളുമായാണ് മുന്നൊരുക്കവുമായാണ് നമ്മൾ കാത്തിരിക്കുന്നത് മരണത്തെ. വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈരിൻ, നന്മയിൽ നിന്ന് നിങ്ങൾ എന്തൊന്ന് മുൻകൂട്ടി ചെയ്തു വച്ചിട്ടുണ്ടോ, എന്ത് നന്മയാവട്ടെ, തജിദൂഹു ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്കതിനെ കണ്ടെത്താൻ സാധിക്കും. ഹുവ ഖൈറൻ, ഏറ്റവും മികച്ചതായ നിലയിൽ, വഅഅ്ളമ അജ്റാ, ഏറ്റവും വമ്പിച്ച പ്രതിഫലവും കിട്ടുന്ന നിലക്ക് നിങ്ങൾക്കതവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഖൈറിലേക്ക് മുന്നേറുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. വസ്തഗ്ഫിറുല്ലാഹ് ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അത് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചത് അങ്ങനെയാണ്, അള്ളാഹുവിനോട് പൊറുക്കലിന് ചോദിക്കൂ, അള്ളാഹു എല്ലാം പൊറുക്കുന്നവനാണ്, ഏറ്റവും കരുണ ചെയ്യുന്നവനാണ് എന്ന്. പ്രിയമുള്ളവരെ, വിശുദ്ധമായ മാസം അതിന്റെ അവസാന ഘട്ടങ്ങളിൽ എത്തി നിൽക്കുന്ന ഈ സമയങ്ങളിൽ നാം ആലോചിക്കുക, ഈ റമദാൻ നമ്മിലുണ്ടായിട്ട് പോലും മഗ്ഫൂരീങ്ങളാവാതെ, പാപമോചനത്തിന് അർഹരാവാതെ നമ്മൾ ഈ മാസത്തിൽ നിന്ന് പുറത്തു കടന്നാൽ മൽഊനീങ്ങളാണ് നമ്മൾ, ശപിക്കപ്പെടുന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളിൽ നിന്നും അവൻ ആട്ടി അകറ്റപ്പെടട്ടെ. ആര്? റമദാൻ മാസത്തിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടും അള്ളാഹുവിലേക്ക് പാപമോചനത്തിനുള്ള കാര്യങ്ങളിൽ ഉത്സാഹം കാണിക്കാതെ ആ ദിവസങ്ങളെ അലസതയോടെ കഴിച്ചുകൂട്ടി വിശുദ്ധ റമദാനിൽ നിന്ന് അവൻ പുറത്തു കിടക്കുമ്പോഴും അവന്റെ റെക്കോർഡിലുള്ള പാപങ്ങളുടെ പട്ടികകൾ ഇനിയും അവിടെ കിടപ്പാണ്. അവൻ കരഞ്ഞിട്ടില്ല, തേടിയിട്ടില്ല, പശ്ചാത്തപിച്ചിട്ടില്ല, പശ്ചാത്താപത്തിന്റെ വാതിലുകളിലേക്ക് അവൻ മുട്ടിനോക്കിയിട്ടില്ല, സമ്പത്തിന്റെ കണക്കവൻ നോക്കിയിട്ടില്ല, സക്കാത്ത് കൊടുത്തിട്ടില്ല, തന്റെ ബാധ്യതകളെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, തന്റേതായ ഇന്നലകളെക്കുറിച്ച് റബ്ബിനോട് കൃത്യമായി ഒന്നും പറഞ്ഞിട്ടില്ല. ഈ നിലക്ക് തന്റേതായ ബാധ്യതകളെക്കുറിച്ച് ചിന്തിക്കാതെ മഗ്ഫൂറായി അഥവാ അള്ളാഹുവിങ്കിൽ നിന്ന് പാപമോചനം ലഭ്യമായിക്കൊണ്ട് ഈ മാസത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ സൗഭാഗ്യം കിട്ടാത്തവൻ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ആട്ടി അകറ്റപ്പെടട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മിമ്പറിൽ വെച്ചുകൊണ്ട് ആമീൻ പറയുകയുണ്ടായി. മിമ്പറിൽ വെച്ച് ആമീൻ പറയുകയുണ്ടായി. നമ്മൾ ചിന്തിക്കണം പ്രിയമുള്ളവരെ, നമ്മൾ കാത്തിരിക്കുകയാണ്. മരണചിന്തയുള്ളവൻ തൗബ നീട്ടിവെക്കില്ലെന്നാണ് പറയുന്നത്, കർമ്മങ്ങൾ നീട്ടിവെക്കില്ലെന്നാണ് പറയുന്നത്. മരണചിന്തയില്ലാത്തവനാണ് നാളെയാവാം, പിന്നെയാവാം, അടുത്ത മാസമാകാം, അടുത്ത വർഷമാകാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കാത്തു നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നാം ഏത് ഗണത്തിലാണ് പെട്ടിട്ടുള്ളത്? വിശുദ്ധമായ ഒരു അതിഥി യാത്രയാകുമ്പോ ഈ അതിഥി മരണാനന്തരം നമ്മുടെ പരലോക നാളിൽ നമുക്ക് വേണ്ടി എന്തു പറയുമാവോ, എന്തു പറയുമാവോ? ഈ അതിഥിയെ ബഹുമാനിച്ചോ? റമദാനിനെ ബഹുമാനിച്ചോ? വിശുദ്ധ ഖുർആൻ അത് ഇറങ്ങിയ മാസമായതുകൊണ്ടാ ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസുംഹു എന്ന് അല്ലാഹു തആല പറഞ്ഞത്. ആ മാസത്തിൽ നിങ്ങൾ വ്രതമനുഷ്ഠിക്കണം. ഖുർആനും നോമ്പും പ്രത്യേകമായി നാളെ റെക്കമെൻഡുകാരായി പരലോകത്ത് വരികയാണ്. ഖുർആനും നോമ്പും റെക്കമെൻഡുകാരായി പരലോകത്ത് വരികയാണ്. അസ്സിയാമു വൽ ഖുർആൻ, നോമ്പും അതുപോലെ തന്നെ ഖുർആനും യശ്ഫഅാനി ലിൽ അബ്ദി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ, പരലോക നാളിൽ നോമ്പും ഖുർആനും അല്ലാഹുവിന്റെ മുമ്പിൽ ശുപാർശ പറയും. ശുപാർശ പറയും, ഒരടിമക്ക് വേണ്ടി ശുപാർശ പറയും. യഖൂലു സിയാം, നോമ്പ് പറയും അല്ലാഹുവിനോട്, ഐ റബ്ബി, എന്റെ രക്ഷിതാവേ, മനഅതുഹു അത്അമ വശഹവാതി ബിന്നഹാർ, അവന്റെ പകലുകളിൽ ആഹാരപാനീയങ്ങളെയും അവന്റെ വികാരേച്ഛകളെയും അവന്റെ ദേഹേച്ഛകളെയും അവന്റെ ആഗ്രഹങ്ങളെയും ഞാനാണ് തടഞ്ഞത്. എനിക്ക് വേണ്ടിയാണ് അവൻ വിശന്നത്, എനിക്ക് വേണ്ടിയാണവൻ, എന്നെ ഓർത്താണവൻ ആ നിലയ്ക്ക് എന്നെ മാനിച്ചതുകൊണ്ടാണ് അവൻ ആഹാരപാനീയങ്ങളും അവന്റെ സുഖഭോഗങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അവൻ അച്ചടക്കം പാലിച്ചത്. അതുകൊണ്ട് ഫശഫിഇനി ഫീഹി, അയാളുടെ കാര്യത്തിലുള്ള എന്റെ ശുപാർശ സ്വീകരിക്കണമേ നാഥ എന്ന് റമളാൻ അള്ളാഹുവിന്റെ മുമ്പിൽ പറയും.
റമളാൻ എന്ന് പറയുന്നത് എന്താ വസ്തു, എങ്ങനെ അതിന്റെ സംസാരം, എങ്ങനെ അതിന്റെ ശുപാർശ, നമുക്കതൊന്നും അറിയില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാത്തിനും അവിടെ സംവിധാനമുണ്ട്. വയഖൂലുൽ ഖുർആൻ, ഖുർആൻ പറയും, മനഅതുഹു നൗമ ബില്ലൈൽ, എനിക്ക് വേണ്ടി അതല്ലെങ്കിൽ ഞാൻ കാരണമായി ഇയാൾ രാത്രിയിൽ ഒരുപാട് ഉറക്കത്തെ തടസ്സപ്പെടുത്തിയവനാണ്. എന്നെ പാരായണം ചെയ്ത് നിസ്കരിച്ച് അങ്ങനെ എന്നെ മാനിച്ചുകൊണ്ട് വിശുദ്ധമായ ഈ ഗ്രന്ഥത്തെ പാരായണം ചെയ്തുകൊണ്ട് അത് പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഒക്കെ ജീവിച്ചവനാണ്. ഫശഫിഅ്നി ഫീഹി, ഇദ്ദേഹത്തിന്റെ കാര്യത്തിലുള്ള എന്റെ ശുപാർശ സ്വീകരിക്കണമേ റബ്ബേ എന്ന് പരിശുദ്ധ ഖുർആനും അല്ലാഹുവിന്റെ മുമ്പിൽ പറയുമ്പോൾ ഫയുശഫഅനി, ആ രണ്ട് വസ്തുക്കളുടെയും അഥവാ നോമ്പിന്റെയും ഖുർആനിന്റെയും ശുപാർശകൾ അവിടെ സ്വീകരിക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ചിന്തിക്കുക, റമളാൻ നമുക്ക് വേണ്ടി ഇങ്ങനെ പറയുമോ? റമളാനാണെന്ന് ഓർത്തുകൊണ്ട് മാനിച്ചിട്ടുണ്ടോ നമ്മൾ? ഖുർആൻ നമുക്ക് വേണ്ടി ഇങ്ങനെ പറയുമോ? ഖുർആനോട് കൂറ് പുലർത്തി ജീവിച്ചിട്ടുണ്ടോ നമ്മൾ? ആലോചിക്കുക. അല്ലാഹുവിനോട് പറയുക, മാറ്റങ്ങൾക്ക് നമ്മൾ തയ്യാറാവുക. നമ്മളാണ് മാറേണ്ടത്. നമ്മെ ആരും മാറ്റുകയില്ല റബ്ബല്ലാതെ. ആ റബ്ബിനോട് തേടിക്കൊണ്ടേയിരിക്കുക. ഉത്ബോധനങ്ങൾ പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ഉപകരിക്കണമെങ്കിൽ ഈമാൻ വേണം. ഈമാൻ വേണം. ഈമാനില്ലെങ്കിൽ അത് ഹൃദയങ്ങളിൽ ഒരു സ്വാധീനവും ചെലുത്തുകയില്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഫദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ, ഉത്ബോധനം നടത്തൂ പ്രവാചകരെ, തീർച്ചയായും ഉത്ബോധനങ്ങളും മുന്നറിയിപ്പുകളുമൊക്കെ തൻഫഉൽ മുഅ്മിനീന, ഈമാനുള്ളവർക്ക് ഗുണം ചെയ്യും. ഈമാനുള്ളവർക്ക് ഗുണം ചെയ്യും. അതേ അവസരത്തിൽ ഈമാനില്ലാത്തവരോട് നീ എന്തായത്തോതിയാലും എന്ത് ഹദീസ് ഓതിയാലും ഏത് കാര്യങ്ങൾ അവൻ കേട്ടാലും അവനൊരു കുലുക്കവും ഉണ്ടാവുകയില്ല. ഇദാ തുത്ലാ അലൈഹിം ആയാതുനാ വല്ലാ മുസ്തക്ബിറാ, അവൻ അഹങ്കാരിയായിക്കൊണ്ട് തിരിഞ്ഞുകളയും. കഅല്ലം യസ്മഅഹാ, അവനൊന്നും കേട്ടിട്ടേയില്ലാത്തവനെ പോലെ. ഫബശ്ശിർഹു ബിഅദാബിൻ അലീം, വേദനയേറിയ ശിക്ഷയുണ്ടവനെന്ന് സുവിശേഷം അറിയിച്ചേക്കുക. ശുദ്ധ ഖുർആൻ പറഞ്ഞ ഈ ഹതഭാഗ്യരുടെ ലിസ്റ്റിൽ നമ്മൾ പെടാതെ ഉത്ബോധനങ്ങൾ കേൾക്കുമ്പോൾ, ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ, റബ്ബേ അത് എന്നോടാണല്ലോ, എന്നെയാണല്ലോ, എന്നെ തന്നെയാണല്ലോ ഞാൻ ഉപദേശിച്ചത്, അല്ലെങ്കിൽ എന്നെയാണല്ലോ ഞാൻ ആ കേട്ടത് എന്നുള്ള ഒരു വിനീതമായ ഭാവത്തോടുകൂടി ജീവിതത്തിന്റെ മേഖലകളിൽ കൃത്യമായ മാറ്റങ്ങൾ വരുത്താതെ പ്രിയമുള്ളവരെ നമ്മൾ നന്നാവുകയില്ല. അതുകൊണ്ട് ആ നിലക്കുള്ള ഒരു മാറ്റത്തിന് വേണ്ടി നമ്മൾ സന്നദ്ധരാവേണ്ടുന്ന വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും 1-2 ദിവസങ്ങൾ ഒരു പക്ഷേ നമ്മുടെ മുമ്പിലുണ്ട്. അല്ലാഹുവിനോട് ഏറ്റവും കൂടുതൽ നല്ല നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, ഏറ്റവും നല്ല കർമ്മങ്ങൾ ഇനിയും ചെയ്യുവാൻ അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. സമയം ഇപ്പോഴും തീർന്നിട്ടില്ല. അല്ലാഹു നമുക്കിനിയും തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ നോമ്പിൽ വന്നുപോയ വീഴ്ചകൾക്ക് പരിഹാരമെന്നോണവും അതുപോലെയുള്ള പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയും അല്ലാഹു നിയമമാക്കിയ മറ്റൊരു ഇബാദത്താണ് സക്കാത്തുൽ ഫിത്ർ. ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത് വിശുദ്ധമായ റമളാൻ അത് മുഴുവനും അനുഷ്ഠിച്ച് തീർന്ന് ശവ്വാലിന്റെ പിറ ദൃശ്യമായത് മുതൽ നിർബന്ധമാകുന്ന സക്കാത്തിന്റെ പേരാണ് ഫിത്ർ സക്കാത്ത്. അതെല്ലാ ആളുകളും കൊടുത്തു തീർക്കേണ്ടുന്ന സക്കാത്താണത്. സമ്പന്നർ മാത്രമല്ല, പെരുന്നാളിന്റെ രാത്രിയും അതിന്റെ പകലും ആഹരിക്കുവാനുള്ള വിഭവങ്ങൾ കയ്യിലുള്ളവർ മുഴുവനും ആ സക്കാത്ത് കൊടുത്തു വിട്ടണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിയമം. അത് പ്രായപൂർത്തിയായവരും അല്ലാത്തവരും ആ നിർബന്ധമായ സമയത്തേക്ക് പ്രസവിച്ചു വീഴുന്ന ഒരു കുഞ്ഞാണെങ്കിൽ പോലും ആ കുഞ്ഞിന്റെ പേരിൽ പോലും സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. നിർബന്ധമാണത്. എല്ലാ ആളുകളും കൊടുത്തു വീട്ടേണ്ട സക്കാത്താണ് സക്കാത്തുൽ ഫിത്ർ. പല ആളുകളും സമയം കഴിഞ്ഞതിന്റെ ശേഷം വിളിച്ചു ചോദിക്കാറുണ്ട്, ഞാൻ ഫിത്ർ സക്കാത്ത് കൊടുത്തിട്ടില്ല എന്ന്. അതിനവസരമുണ്ടാകരുത്. സമയം തീരുന്നതിന്റെ മുമ്പ് കൊടുക്കണം. ഏറ്റവും നിർബന്ധമായി മാറുന്ന സമയം ശവ്വാൽ പ്രദൃശ്യമായത് മുതൽ പെരുന്നാൾ നമസ്കാരത്തിന് പുറപ്പെടുന്നത് വരെയാണ്. പെരുന്നാൾ നമസ്കാരത്തിന് പുറപ്പെടുന്നതിന്റെ മുമ്പേ കൊടുത്തു തീർക്കൽ നിർബന്ധമായ ദാനമാണ് സക്കാത്തുൽ ഫിത്ർ എന്ന് പറയുന്നത്. ഓരോ നാട്ടിലെയും മുഖ്യമായ ആഹാരം ഏതാണെങ്കിൽ അതാണ് സക്കാത്തായി നൽകേണ്ടത്. അതിന്റെ 2 കിലോഗ്രാമിലൽപ്പം കൂടുതലാണ് അതിന്റെ അളവ് വരിക. 2 കിലോ
40 ഗ്രാമെന്നും 180 ഗ്രാമെന്നും 250 ഗ്രാമെന്നും 500 ഗ്രാമെന്നും ഒക്കെ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട്. എന്തായിരുന്നാലും 2 കിലോഗ്രാമിൽ അല്പം കൂടുതലാണ് അതിന്റെ അളവ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിന് നിശ്ചയിക്കപ്പെട്ട ദിർഹമുകൾ ഉത്തരവാദപ്പെട്ട സ്ഥലങ്ങളിൽ ഏൽപ്പിച്ചാലും ഒന്നുകിൽ സക്കാത്തുൽ ഫിത്ർ വിതരണം നടത്തേണ്ടത് ഒന്നുകിൽ അതേ വ്യക്തി തന്നെയാണ്. ഞാൻ എന്റെ സക്കാത്ത് ഞാൻ തന്നെ നേരിട്ടാണ് ഒന്നുകിൽ കൊടുക്കേണ്ടത്. അതല്ലെങ്കിൽ അതിന് സംവിധാനമില്ലെങ്കിൽ അർഹരായ ആളുകളിലേക്ക് അർഹതപ്പെട്ട അതിന്റെ നിയമമാക്കപ്പെട്ട സമയത്ത് കൊടുത്തു തീർക്കുവാൻ വേണ്ടി ഞാനൊരാളെ ഏൽപ്പിക്കുന്നു എന്ന നിലക്ക് വക്കാലത്ത് കൊടുത്ത് മറ്റൊരാളിലേക്ക് മുൻകൂട്ടി തന്നെ കൊടുത്തേൽപ്പിക്കുന്ന സംവിധാനം. ഇങ്ങനെ 2 സംവിധാനങ്ങൾ സക്കാത്തുൽ ഫിത്ർ വിതരണത്തിന് അല്ലെങ്കിൽ കൊടുത്തു വീട്ടുന്നതിനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയിട്ടുള്ള ആ നിയമം അതെല്ലാവർക്കും ബാധകമാണ്. ഒന്നുകിൽ അവൻ താമസിക്കുന്ന പ്രദേശങ്ങളിൽ അർഹരായ ആളുകളുണ്ടെങ്കിൽ അങ്ങനെയാണ് അവൻ കൊടുക്കേണ്ടത്. പലരും ചോദിക്കാറുണ്ട്, എന്റെ റൂമിൽ കഷ്ടപ്പെടുന്ന കുറെ ആളുകളുണ്ട്, പ്രയാസപ്പെടുന്ന കുറെ ആളുകളുണ്ട്, ഞങ്ങളുടെ ഫിത്ർ സക്കാത്തിന്റെ വിഹിതമായ ദിർഹമുകളൊക്കെ കൂടി ശേഖരിച്ച് ഞങ്ങൾ അയാൾക്ക് കൊടുക്കട്ടെ? ഇല്ല, അതങ്ങനെ കൊടുക്കേണ്ട, അത് ആ സക്കാത്തല്ല. ഇത് ധാന്യമായി ആഹാരമായി നൽകേണ്ടുന്നതാണ്. ആഹാരമായി നൽകുന്ന സംവിധാനം ഒരുക്കിയിട്ടുള്ള ആളുകളുടെ കൈകളിലേക്ക് നിങ്ങൾക്കത് വക്കാലത്തായി കൊടുക്കാം, ദിർഹമായി കൊണ്ട്. അവരതിന്റെ കൃത്യമായ സമയത്തും അതിന്റെ സന്ദർഭങ്ങളിലും നൽകുവാനുള്ള സംവിധാനങ്ങൾ ഉള്ളയിടത്ത് ആ രൂപത്തിൽ അതിനോട് സഹകരിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നാടുകളിലേക്ക് വിളിച്ചു പറയാം, എനിക്ക് വേണ്ടി എന്റെ ഫിത്ർ സക്കാത്തിന്റെ വിഹിതം അഥവാ 20 ദിർഹമിനുള്ള കാശിനുള്ള അരി നിങ്ങൾ നാട്ടിൽ അർഹതപ്പെട്ട ആളുകൾക്ക് സമയത്തിന് മുമ്പ് കൊടുത്തു തീർക്കണം. സമയത്തിന് മുമ്പ് എന്ന് പറയുമ്പോൾ ഫിത്ർ സക്കാത്ത് കൊടുക്കാവുന്നതിന്റെ അനുവദിക്കപ്പെടുന്ന സമയം പെരുന്നാളിന്റെ 2 ദിവസം മുമ്പ് വരെ കൊടുത്തു തീർത്തിട്ടുണ്ട്. പെരുന്നാളിന്റെ 2 ദിവസം മുമ്പ് തലേനാളും അതിന്റെ തലേനാളും കൊടുക്കാവുന്നതാണെന്ന് മഹാന്മാരായ സഹാബത്തിന്റെ വിതരണ രീതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഫിത്ർ സക്കാത്തിന്റെ ഈ കാര്യത്തെ സംബന്ധിച്ച് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 2 ന്യായങ്ങൾ ഇതിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ദീൻ മനസ്സിലാക്കിയ സഹാബത്ത് പറയുന്നത് ഫറള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കി തുഹറത്തൽ ലിസ്വായിമി, നോമ്പുകാരന് ശുദ്ധീകരണം എന്ന നിലക്ക് മിനൽ ലഗ്വി വറഫസ്, അവന്റെ നോമ്പിൽ വന്നു പോയിട്ടുള്ള അപാകതകൾക്ക് ഒരു പരിഹാരം എന്ന നിലക്ക്. നോമ്പിൽ നമ്മൾ അറിയാതെ വല്ല അനാവശ്യമായതിലേക്ക് ചിലപ്പോൾ അറിയാതെ പെട്ടെന്ന് നോക്കിപ്പോയി, അതല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ നോമ്പിൽ ഒരു പാളിച്ച വന്നു, ഒരബദ്ധം വന്നു, അങ്ങനെയുള്ള ഏതെങ്കിലും നിലക്ക് അറിയാതെ വന്നുപോയ ലഗ്വുകളും റഫസുകളുമൊക്കെ അതിനൊരു പരിഹാരം കൂടിയാണിത്. അത് മാത്രമല്ല വതുഅമത്തൽ മസാകീൻ, അഗതികൾക്ക് ഭക്ഷണം എന്ന നിലക്ക്, പെരുന്നാളിന്റെ അന്ന് കഷ്ടപ്പെടുന്ന ഒരാളും ഭൂമുഖത്തുണ്ടാകാൻ പാടില്ല എന്ന നിലക്ക്, ആ നിലക്ക് കഷ്ടത അനുഭവിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം എന്ന നിലക്ക് കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള നമ്മുടെ സമ്പത്തിൽ നിന്ന് വളരെ സന്മനസ്സോടുകൂടി ഒരു വീട്ടിൽ ഒരംഗങ്ങൾ എത്രയുണ്ടോ അവരുടെയൊക്കെ കണക്ക് നോക്കിയിട്ട് അഥവാ ആളെണ്ണം നോക്കി ആ രൂപത്തിലുള്ള സംഖ്യ, ആ രൂപത്തിലുള്ള സംഖ്യക്ക് തുല്യമായ ആഹാരം നമ്മൾ കൊടുത്ത് തീർക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ധാന്യം നൽകേണ്ടതുണ്ട്. അതാണ് ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അവസരത്തിൽ എല്ലാവരോടും ഉണർത്തുവാനുള്ളത്. ആരും ആ കാര്യത്തിൽ വീഴ്ച വരുത്തരുത് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധത്തിലുള്ള ന്യൂനതകളിൽ നിന്നും മുക്തമായ നിലക്ക് നമ്മുടെ നോമ്പും നമ്മുടെ കർമ്മങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവേ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ റമളാൻ പൂർത്തിയായി കഴിഞ്ഞാൽ ആ റമളാനിനെ നല്ല നിലക്ക്
ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കുവാൻ തൗഫീഖ് നൽകിയ നാഥന് സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് അവനോട് നന്ദി പറഞ്ഞുകൊണ്ട് അവനെ ധാരാളമായി പ്രകീർത്തിച്ചുകൊണ്ട് വാഴ്ത്തിക്കൊണ്ട് മഹത്വപ്പെടുത്തിക്കൊണ്ട് നാം നിർവഹിക്കേണ്ടുന്ന ഒരാരാധനയാണ് ഈദാഘോഷം എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ റമദാനിനെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് അവസാനം വലിതുക്മിലുൽ ഇദ്ദത, എണ്ണം നിങ്ങൾ പൂർത്തിയാക്കുവാൻ വേണ്ടി. അയ്യാമൻ മഅദൂദാത്ത് എന്നാണല്ലോ എണ്ണപ്പെട്ട ദിവസങ്ങൾ നാ റമദാനിനെ കുറിച്ച് പറഞ്ഞത്. എണ്ണി 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 അത് തീരുകയാണ്. ഖുർആൻ പറഞ്ഞതുപോലെ എണ്ണപ്പെട്ട നിർണയിക്കപ്പെട്ട ദിനങ്ങൾ. ആ എണ്ണം പൂർത്തിയാക്കുവാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, നിങ്ങൾക്ക് അല്ലാഹു അതിന് തൗഫീഖ് നൽകിയതിന് അല്ലാഹുവിനെ നിങ്ങൾ വാഴ്ത്തുവാൻ വേണ്ടിയും വലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായേക്കുവാൻ വേണ്ടി. അല്ലാഹു നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരാഘോഷമാണ് ഈദുൽ ഫിത്ർ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈദ് നമസ്കാരങ്ങൾ നടത്തിയത് മുഴുവനും മൈതാനങ്ങളിൽ വെച്ചായിരുന്നു, പൊതുസ്ഥലത്ത് വെച്ചായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈദ് നമസ്കാരങ്ങൾ മുഴുവനും. ഒരിക്കൽ മാത്രം മഴയുടേതായ തടസ്സമുണ്ടായപ്പോൾ പള്ളിയിൽ വെച്ച് നിർവഹിച്ചു എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാം. അത് തന്നെയും അത്ര കുറ്റമറ്റ റിപ്പോർട്ടല്ല. അതൊഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ ദിവസങ്ങളിലും അഥവാ എല്ലാ പെരുന്നാളുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളി വിട്ട് മൈതാനത്തിലേക്കാണ് നിസ്കാരത്തിന് പോയത്. എന്നാൽ പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്നതും അനുവദനീയമാണ്, എല്ലാം പുണ്യകരമാണ്. എന്നാൽ ഏറെ പുണ്യകരം മൈതാനങ്ങളിലേക്ക് ഈദ് നമസ്കാരത്തിന് പുറപ്പെടലാകുന്നു. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നമസ്കാരത്തിന് പോകാൻ എല്ലാവരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉമ്മു അത്തിയ റളിയല്ലാഹു തആല അൻഹ എന്ന മഹദി പറയുന്നത്, ഉമിർന, ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടു, ഞങ്ങളോട് കൽപ്പിച്ചു, പ്രവാചകൻ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എല്ലാവരോടും പോകാൻ പറയാൻ. നമസ്കാരം നിഷിദ്ധമാകുന്ന നേരമായ മെൻസസ് പീരീഡിലുള്ള സ്ത്രീകളോട് വരെ ഈദ് മുസല്ലകളിലേക്ക് പുറപ്പെടാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൽപ്പന. എല്ലാവരും പോകണം, ആബാലവൃദ്ധം ജനങ്ങൾ പോകണം. എന്നിട്ട് നിസ്കാരത്തിന്റെ സമയത്ത് മാത്രം അവർ വിട്ടുനിൽക്കണം എന്നാണ് നമസ്കാരം നിഷിദ്ധമായ വേളകളിലുള്ള സ്ത്രീകളോട് വരെ ഇസ്ലാമിന്റെ കൽപ്പന. എല്ലാവരും പോകണമെന്നും സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും എല്ലാവരും പുറപ്പെടണം എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചത്. സ്വഹാബത്ത് അങ്ങനെയാണ് നടപ്പിൽ വരുത്തിയത്. ആ ഈദിനു വേണ്ടി അതിന്റെ മുന്നോടിയായി തന്നെ നമുക്ക് സുന്നത്തായ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, തക്ബീർ ചൊല്ലലാണ്. തക്ബീർ ചൊല്ലുന്നതിന് നമുക്ക് എപ്പോൾ തുടങ്ങാം? പണ്ഡിതന്മാര് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും എന്ന ആയത്തിന്റെ വെളിച്ചത്തിൽ പല പണ്ഡിതന്മാരും പറഞ്ഞത് ശവ്വാൽ പിറ ദൃശ്യമായത് മുതൽ തക്ബീർ ചൊല്ലി തുടങ്ങാം. അതല്ലെങ്കിൽ റമദാൻ 30 പൂർത്തിയായി കഴിഞ്ഞാൽ അവിടം മുതൽ തുടങ്ങാം. രണ്ട് കാരണങ്ങളാലാണല്ലോ നോമ്പിന്റെ അവസാനം നമ്മൾ മനസ്സിലാക്കുക. ഒന്നുകിൽ റമദാൻ 29 അസ്തമിച്ച ശേഷം ചന്ദ്രപ്പിറവി ദൃശ്യമാകണം. അതല്ലെങ്കിൽ ചന്ദ്രപ്പിറവി കാണുന്നില്ലെങ്കിൽ റമദാൻ 30 തികക്കണം. അപ്പൊ ഒന്നുകിൽ ശവ്വാൽ പിറ ദൃശ്യമായാൽ, അതല്ലെങ്കിൽ റമദാൻ 30 പൂർത്തിയായി തുടങ്ങുന്ന നേരം മുതൽ മഗ്രിബ് മുതൽ തക്ബീർ ചൊല്ലി തുടങ്ങാം. അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് അള്ളാഹുവാണ് ഏറ്റവും മഹാനെന്നും അവൻ മാത്രമാണ് ആരാധ്യനെന്നും അവനാണ് സർവസ്തുതിയെന്നും നമ്മൾ പറയുമ്പോ വിശുദ്ധമായ ഈ മാസത്തിൽ നമുക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹത്തിനുള്ള കൂറും നന്ദിയും ശുക്റും ആ രൂപത്തിലുള്ള സന്തോഷവുമൊക്കെയാണ് അത് ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസിയുടെ കൽബിലും നാവിലുമൊക്കെ ഉണ്ടാകേണ്ടത്. പള്ളികളിലും അങ്ങാടികളിലും വീടുകളിലും ഒക്കെ വെച്ചത് നിർവഹിക്കാം. പക്ഷെ ഈ സുന്നത്തിന് നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് എല്ലാവരും തക്ബീറിന്റെ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധിക്കുക. അതേതുവരെ നിർവഹിക്കാം? ഈദുൽ ഫിത്തറിന്റെ തക്ബീർ ഇമാം നിസ്കാര സ്ഥലത്തേക്ക് അഥവാ നിസ്കാരത്തിന് വേണ്ടി ഇമാം പുറപ്പെടുന്ന സമയം വരെ അതോടുകൂടെ തക്ബീർ നിന്നു. ചെറിയ പെരുന്നാളിന് ഈദുൽ ഫിത്തറിന്റെ തക്ബീർ അതോടുകൂടി അവസാനിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ സഹോദരങ്ങളെ,
ഈദ് നമസ്കാരത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ യഗ്ദു യൗമൽ ഫിത്രി ഹത്താ യഅകുല തമറാത്തിൻ വയഅകുലുഹുന്ന വിത്റാ. ഈദ് നമസ്കാരത്തിന് വേണ്ടി അവിടുന്ന് പുറപ്പെടുമ്പോ കാരക്ക ഭക്ഷിച്ചുകൊണ്ടാണ് പോയിരുന്നത്. അത് ഒറ്റയാക്കും അതിന്റെ എണ്ണം. കാരണം ഇത്രകാലം വ്രതമനുഷ്ഠിച്ചവൻ ഇതുവരെയുള്ള 30 ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒരു മാസക്കാലം പ്രഭാതത്തിലൊന്നും കഴിക്കാത്തവൻ അതേ പ്രഭാതത്തിൽ അല്പം ഭക്ഷണം കഴിച്ച് അത് കാരക്ക കൊണ്ടായി. അതിന്റെ എണ്ണം ഒറ്റയാക്കലും സുന്നത്ത്. അങ്ങനെ ഭക്ഷിച്ചുകൊണ്ട് നിസ്കാരത്തിന് വേണ്ടി പോകലാണ് ഏറ്റവും ഉത്തമം. ഇത് അതിന്റെ ഒരു മര്യാദയിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇതിനു വേണ്ടി കുളിക്കൽ എപ്പോഴും കുളിക്കുന്നുണ്ട്. പെരുന്നാളിന് കുളിക്കുകയാണ് എന്ന നിയ്യത്തുണ്ടാകുമ്പോഴേ പ്രതിഫലം കിട്ടൂ. നമ്മൾ എന്നും കുളിക്കും, 2 നേരം കുളിക്കും, 3 നേരം കുളിക്കും, ഒന്നും കൂലി കിട്ടൂല. ഇത് ഈദാണ്. ഇന്ന് ഈദാണെന്ന നിലക്കുള്ള കുളി, ഈദാണെന്ന നിലക്കുള്ള തജമ്മുൽ, ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം, ഏറ്റവും നല്ല വസ്ത്രം, അതുപോലെ തന്നെ നല്ല രൂപത്തിലുള്ള പെർഫ്യൂം, സുഗന്ധം, അതൊക്കെ ഈ നിയ്യത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു തരുന്ന നിലക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് പുറപ്പെടേണ്ടത്. ഒരിക്കലും ഞാൻ എന്റെ പ്രിയപ്പെട്ട ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നിർദ്ദേശിച്ച നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു വേഷവിധാനം ധരിച്ചുകൊണ്ടും ഒരാളും ഈദ് മുസല്ലയോട് അടുത്തു പോകരുത്. സ്ത്രീകളോട് പുറപ്പെടാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അതിനനുയോജ്യമായ നിലക്ക് ശരീരം മറയുന്ന വസ്ത്രമില്ലെന്ന് പറഞ്ഞപ്പോ, സഹാബിമാരത് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഉള്ളവർ ഇല്ലാത്തവർക്ക് വായ്പ നൽകട്ടെ എന്നാണ്. അവിടെയും അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ മറയ്ക്കുന്ന വസ്ത്രത്തെക്കുറിച്ചാണ് സഹാബ വനിതകൾ ചിന്തിക്കുന്നത്. ഇന്ന് പെരുന്നാളായാൽ എത്ര വെളിവാക്കാമെന്നതാണ് ഇന്നത്ര പെണ്ണ് ചിന്തിക്കുന്നത്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബ വനിതകൾ ചിന്തിച്ചത് ശരീരം മറയുന്ന വസ്ത്രം കിട്ടാനില്ല എന്നാണ്. ഇന്നിപ്പോ തുണിഷാപ്പുകളിൽ നമ്മുടെ സഹോദരിമാര് നാടൊട്ടാകെയുള്ള ജ്വല്ലറികളിലും ടെക്സ്റ്റൈൽ ഷോപ്പുകളിലും മുസ്ലിം സ്ത്രീകളുടെ കൂലംകുത്തി ഒഴുക്കാണ്. ആങ്ങളയോട് ഇടപെടും പോലെയാണ് സെയിൽസ്മാൻമാരോട് ഇടപെടുന്നത്. ഭർത്താവിനോട് ഇടപെടുന്നത് പോലെയാണ് ഇടപെടുന്നത്. ഫോൺ നമ്പറാണ് കൈമാറുന്നത്, ഫോണാണ് കൈമാറുന്നത്. എന്തിന് ഞാൻ പറയേണ്ടതില്ല. വളരെ ശ്രദ്ധിച്ചോളൂ, വളരെ ആലോചിച്ചോളൂ, വളരെ ചിന്തിച്ചോളൂ. ഉത്തരവാദിത്ത ബോധത്തോടുകൂടി സർവ്വ ആളുകളും അള്ളാഹുവിന്റെ കോടതിയിൽ വിചാരണയ്ക്ക് വരുന്ന ദിവസത്തെ ഓർത്തുകൊള്ളുക. പണമയക്കാനുള്ള യന്ത്രങ്ങൾ മാത്രമായി നിങ്ങൾ അധപ്പതിക്കരുത്. പണമയച്ചു കൊടുക്കാനുള്ള യന്ത്രങ്ങളായി മാത്രം പ്രവാസികളെ നിങ്ങൾ അധപ്പതിക്കരുത്. ഈ കഠിനമായ ചൂടിലും നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന ദീർഘമുകൾ നാളെ പരലോകത്ത് നിങ്ങൾക്കെതിരെ തിരിഞ്ഞുവെത്തരുത്. പണമയച്ചു കൊടുക്കുന്നുണ്ടോ നാട്ടിലേക്ക്? ഡ്രസ് വാങ്ങാൻ പണമയക്കുന്നുണ്ടോ? കൈകാര്യ ബോധത്തോടുകൂടി അയച്ചു കൊടുക്കുക. ഹറാമിന്റെ ഒരു ഡ്രസ്സും എന്റെ ദിർഹം കൊണ്ട് വാങ്ങാൻ പാടില്ലെന്ന്. ഉത്തരവാദിത്തമുണ്ട്. കുല്ലുക്കും റാഇൻ, നിങ്ങളെല്ലാവരും ഉത്തരവാദിത്തമുള്ളവരാണ്. എല്ലാവരും ചോദിക്കപ്പെടും. അതുകൊണ്ട് ഈദ് മുസല്ലകളിലേക്ക് ഒരു സ്ത്രീ വരുന്നുവെങ്കിൽ ഇസ്ലാമിന്റെ വേഷം ധരിച്ചുകൊണ്ടല്ലാതെ വരരുത്. ഒരു പുണ്യം നേടാൻ വേണ്ടി ഹറാമിന്റെ വേഷവുമായി കൊണ്ട് ഇറങ്ങരുത് പുറത്തേക്ക്. ഇസ്ലാമിന്റെ പ്രത്യേകമായ നിയമമാണ്. ഇത് വളരെ ഗൗരവത്തോടുകൂടെ ആലോചിക്കണം. സ്ത്രീ സമൂഹത്തെ നിയന്ത്രിക്കുന്നവർ, അവരെ കൊണ്ടുവരുന്നവർ, അവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുന്ന രക്ഷിതാക്കൾ, ഭർത്താക്കന്മാർ, ഉത്തരവാദപ്പെട്ടവർ, നിങ്ങളുടെ ഭാര്യയ്ക്ക്, നിങ്ങളുടെ മകൾക്ക് നിങ്ങൾ കൊടുത്ത വസ്ത്രം അല്ലാഹു ഇഷ്ടപ്പെടുന്നതാണോ എന്ന് ഗൗരവത്തോടുകൂടി ആലോചിക്കുവാനൊന്ന് വളരെ സമയം കാണേണ്ടതുണ്ട്. പുരുഷന്മാരുടെ വസ്ത്രത്തെക്കുറിച്ചും പറയേണ്ട കാലമാണിത്. പണ്ട് പെണ്ണുങ്ങളുടെ ഔറത്തിന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. ഇപ്പൊ അത് മാത്രല്ല, ഔറത്ത് പുരുഷന്മാരും വെളിവാക്കുക. നിര്യാണിക്ക് താഴെ വസ്ത്രം, ഹറാമായ രൂപത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഈദ് മുസല്ലകളിലേക്ക് വരരുത്. അള്ളാഹു കഠിനമായ പാപമായി പറഞ്ഞതാണ്. ലാ യൻദുറുല്ലാഹ്, അള്ളാഹ് നോക്കൂലെന്നാ പറഞ്ഞത്. നോക്കൂല. കാരുണ്യത്തിന്റെ നോട്ടം നോക്കൂല. അൽ മുസ്ബിലു ഇസാറഹു, ഉടമുണ്ട നെരിയാണിക്ക് താഴെ തൂക്കിയിടുന്നവനെ നോക്കൂല റബ്ബ്. എന്ത് ന്യായന്മാര് പറഞ്ഞിട്ടും കാര്യമില്ല, ആരെന്ത് ന്യായം പറഞ്ഞിട്ടും കാര്യമില്ല. അള്ളാഹ് നോക്കൂല. ന്യായീകരണമൊക്കെ പലരും പറയാനുണ്ടാകും. റബ്ബിന്റെ കോടതിയിലും ഖബറിലും ഒറ്റക്കാണെന്ന് ഓർക്കുക. അതുപോലെ ഏറ്റവും ടൈറ്റുള്ള വസ്ത്രങ്ങളെടുത്ത് റുക്കൂയിലേക്കും സുജൂദിലേക്കും പോകുമ്പോൾ നിന്റെ ഔറത്താണ് നീ വെളിവാക്കുന്നത്. ഔറത്ത് വെളിവാകുക. വസ്ത്രം താഴ്ന്ന് അരയുടെയും താഴേക്കാ ബെൽറ്റ് കെട്ടുന്നത്. എന്നിട്ട് റുക്കൂയിൽ പോകുമ്പോ, സുജൂദിൽ പോകുമ്പോ ഇവന്റെ ഔറത്താണ് വെളിവാകുന്നത്.
ഔറത്ത് വെളിവാക്കിക്കൊണ്ടാണ് നടക്കുന്നത്. അതുപോലെ തന്നെ കാൽക്കുട വെളിവാക്കുന്ന ഡ്രസ്സും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങരുത് സഹോദര. ഓരോ പേരും പറഞ്ഞിട്ട് കാലിന്റെ മുട്ടിന്റെ മുകളിൽ കാലിന്റെ തുടയുടെ നിറവും കളറും അതിന്റെ മികവും കാണിച്ചുകൊണ്ട് കാൽക്കുട വെളിവാക്കുന്ന ട്രൗസറും ബർമുടയും പോലെയുള്ള ആ രൂപത്തിലുള്ള ഏതൊക്കെ വേഷങ്ങളാണെങ്കിൽ പുറത്തിറങ്ങരുത്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അൽ ഫഹ്ദു, അവന്റെ തുട അവന്റെ ഔറത്താണ്. പലരും മനസ്സിലാക്കിയിട്ടില്ല. പെരുന്നാളായ പലരും ഇറങ്ങും കുടുംബത്തെയും കൂട്ടിയിട്ട്. ലജ്ജയില്ലേ ഈ ട്രൗസർ ഇട്ട് നടക്കാൻ? ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടെ തന്നെയാണ് അതും കാണുന്നത്. ഇന്ന് അതൊക്കെ പറയേണ്ട ഒരു കാല. പണ്ട പെണ്ണുങ്ങളെ വേഷം മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. ഇന്ന് ആണുങ്ങളുടെ വേഷവും വല്ലാതെ പറയേണ്ട ഒരു ദുരന്തം. ചെറുപ്പക്കാരൊക്കെ അങ്ങോട്ട് നീങ്ങാണ്. കാലിന്റെ തുട ഔറത്തല്ല എന്നൊരു ധാരണ, പൊക്കിൽ അതിന്റെ താഴെ ഔറത്തല്ല എന്നൊരു ധാരണ, നിസ്കാരത്തിൽ പോലും പാലിക്കാതെ ശ്രദ്ധിക്കാതെ ഔറത്തിനെ പറ്റി ആലോചിക്കാതെ നിസ്കാരം പാഴാക്കി കളയുന്ന ചെറുപ്പക്കാരെ തലമുറകൾ. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈദിന് വേണ്ടിയുള്ള തജമ്മുൽ അണിഞ്ഞൊരുങ്ങൽ നമുക്ക് സുന്നത്താണ്. പക്ഷേ ആ അണിഞ്ഞൊരുങ്ങൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ മാത്രമായിരിക്കണം. അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, താടി പിടിച്ചുകൊണ്ട് നിങ്ങൾ മുസല്ലയിലേക്ക് പുറപ്പെടരുത്. എന്താണ് ഇത്ര ആളുകൾക്കും പലപ്പോഴും ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. വളരെ ഗൗരവത്തോടുകൂടെയല്ലേ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പുരുഷ ലോകത്തിന് അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹമല്ലേ അത്. എന്തിനാണ് നമ്മൾ ഇങ്ങനെ വേണ്ടാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്? അത് അള്ളാഹു ഇഷ്ടപ്പെടുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും മുൻഗാമികളായ പ്രവാചകന്മാർ അഖിലവും കൊണ്ടു നടന്ന ആ ഒരു പാരമ്പര്യത്തോട് എന്തിനാണ് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എന്തിനാണ് പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കളെ നമുക്കൊരു വൈമുഖ്യം? ആലോചിക്കണം. നമുക്ക് റബ്ബിനെയാണ് സന്തോഷിപ്പിക്കേണ്ടത്. നമുക്ക് നമ്മുടെ ഖബറിൽ സമാധാനം കിട്ടണം. നമുക്ക് പരലോകത്ത് ശാന്തി കിട്ടണം. അതിനുവേണ്ട ഏതെല്ലാം കാര്യങ്ങളുണ്ടോ എല്ലാത്തിലേക്കും മത്സര്യബുദ്ധിയോടുകൂടെ പ്രവേശിക്കുക. മത്സരിക്കുന്നവരും ഉത്സാഹം കാണിക്കുന്നവരുമൊക്കെ ഇത്തരം കാര്യങ്ങളിൽ മത്സരിക്കട്ടെ, ഉത്സാഹം കാണിക്കട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുകയാണ്. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല, നമ്മളൊക്കെ മനുഷ്യരാ, ആരും ഒന്നും തികഞ്ഞവരല്ല, പാപികളാണ് നമ്മൾ. പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരും. നമ്മളൊന്ന് നന്നാവാൻ, നമ്മളൊന്ന് മടങ്ങാൻ, നമ്മളൊന്ന് ശരിയായ റൂട്ടിലേക്ക് തിരിച്ചു പോകാൻ തയ്യാറാണെങ്കിൽ റബ്ബ് പറയുന്നു, ഞാൻ തയ്യാറാണ്, പൊറുക്കും. ഏത് ഭീകരനോട് പൊറുക്കും. يا عبادي الذين اسرفوا على انفسهم لا تقنطوا من رحمة الله ان الله يغفر الذنوب جميعا انه هو الغفور الرحيم. എല്ലാം പൊറുക്കുന്നവനാണ്. അല്ലാഹുവിനോട് പൊറുക്കൽ ചോദിക്കൂ. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അല്ലാഹു എല്ലാം പൊറുക്കും. ഇതിലൊന്നും നമുക്ക് വിശ്വാസമില്ലേ? നമ്മുടെ റബ്ബിലേക്ക് മടങ്ങിക്കൂടെ? ചെറുതും വലുതുമായ എല്ലാ രംഗങ്ങളിലും നമുക്ക് ശുദ്ധിയായിക്കൂടെ? സർവ്വലോക പരിപാലകനായ അള്ളാഹുവിനോട് ഇനിയുള്ള മണിക്കൂറുകൾ വളരെ വിലപ്പെട്ടതാണ്. അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക. പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക. സർവ്വലോക പരിപാലകനായ റബ്ബ് നമുക്കതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും നമുക്ക് ഈദ്ഗാഹിന്റെ നമസ്കാരമുണ്ട്. കൃത്യം 6:04 നമ്മുടെ നമസ്കാരം. ഒരിക്കലും വൈകാതെ സമയത്തിന്റെ മുമ്പ് തന്നെ എല്ലാവരും എത്തിച്ചേരാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും, എത്ര വലിയ പാപങ്ങളാണെങ്കിലും അല്ലാഹുവേ, നീ ഞങ്ങളിൽ നിന്ന് പുറത്തു തരണമേ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും നാഥ, നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. ഞങ്ങളുടെ കർമ്മങ്ങൾ, ഞങ്ങളുടെ നമസ്കാരങ്ങൾ, നോമ്പുകൾ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹുവേ കുറ്റമറ്റ നിലക്ക് നീ സ്വീകരിച്ചുകൊണ്ട് നീ ഞങ്ങൾ അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങളിൽ വന്നുപോയിട്ടുള്ള വീഴ്ചകൾ അല്ലാഹുവേ നീ പുറത്തു തരണമേ. ഞങ്ങളിൽ വന്നുപോയിട്ടുള്ള അബദ്ധങ്ങൾ നീ പുറത്തു തരണമേ നാഥ. കഠിനമായ നരകാഗ്നിയിൽ നിന്ന് നീ ഞങ്ങളെ എല്ലാം മോചിപ്പിക്കണമേ നാഥ. കഠിനമായ നരകാഗ്നിയിൽ നിന്ന് നീ ഞങ്ങളെ മോചിപ്പിക്കണമേ നാഥ. കഠിനമായ നരകാഗ്നിയിൽ നിന്ന് നീ ഞങ്ങളെ മോചിപ്പിക്കണമേ നാഥ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളുടെ സഹപ്രവർത്തകന്മാർ, പണ്ഡിതന്മാർ, നേതാക്കൾ, അല്ലാഹുവേ എല്ലാവരുടെയും ഖബറുകളിൽ നീ ശാന്തി പ്രദാനം ചെയ്യണമേ. നീ അവർക്ക് ഏറ്റവും വലിയ സൗഭാഗ്യം എല്ലാ രൂപത്തിലും നീ പ്രദാനം ചെയ്യണമേ നാഥ.
ഖബർ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെയും അവരെയും നീ കാത്തുരക്ഷിക്കണമേ നാഥ. നരകീയ യാതനകളിൽ നിന്ന് ഞങ്ങളെയും അവരെയും നീ കാത്തുരക്ഷിക്കണമേ നാഥ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന്, കടക്കെണികളിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹുവേ നീ ഞങ്ങളെയെല്ലാം കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഇണകളിൽ നിന്നും കൺകുളിർമ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ നാഥ. എല്ലാ അർത്ഥത്തിലും ഇസ്ലാമികമായ ബോധത്തോടുകൂടി ജീവിക്കുന്ന ഒരു കുടുംബാന്തരീക്ഷം നീ ഞങ്ങൾക്കെല്ലാം പ്രദാനം ചെയ്യണമേ നാഥ. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നീ സ്വീകരിക്കണമേ നാഥ. ഞങ്ങളുടെ ദഅ്വാ സംരംഭങ്ങൾക്ക് യാതൊരു വിഘ്നവും വരാതെ അല്ലാഹുവേ തുടർന്നുകൊണ്ട് ഇഖ്ലാസോടുകൂടി മുന്നോട്ട് പോകുവാനുള്ള കരുത്തും തൗഫീഖും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ നാഥ. എല്ലാ അർത്ഥത്തിലും നീ ഞങ്ങൾക്ക് സഹായം ചൊരിഞ്ഞു തരണമേ നാഥ, സഹനം ചൊരിഞ്ഞു തരണമേ നാഥ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا وأجر والدينا من النار. اللهم أعتقنا من النار وأدخلنا الجنة يا رب العالمين. اللهم تقبل منا صيامنا وقيامنا وركوعنا وسجودنا وسائر أعمالنا خالصة لوجهك الكريم يا عزيز يا غفار يا ذا الجلال والإكرام. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. اللهم احفظ دولة الإمارات من الفتن ما ظهر منها وما بطن وسائر بلاد العالمين. اللهم انصر جيوش المسلمين في كل مكان. اللهم انصر جيوش المسلمين في غزة. اللهم انصر جيوش المسلمين في فلسطين. اللهم انصر جيوش المسلمين في كل مكان يا عزيز يا جبار يا ذا الجلال والإكرام. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.